ഗായ്സ്. ഓക്കെ, അപ്പം ബിഗ് ബോസ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതിന് നല്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. നോർമലി ഈ സമയത്തല്ല വീഡിയോ ചെയ്യാറ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാലത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യൽ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് ഓൾമോസ്റ്റ് ഒരു 2-3 എണ്ണവും സായിയെ പറ്റിയിട്ട് തന്നെയാണ്. സീക്രട്ട് ഏജൻറ്റ്. ഇറ്റ്സ് സായി എന്ന് പറയുന്ന ഒരു ബിഗ് സീക്രട്ട് ആയിരുന്നു. അത് വട്ടം പൊളിഞ്ഞു താങ്ക്സ് ടു ബിഗ് ബോസ്. അപ്പോൾ ആക്ച്വലി സായി ഒരു പെറ്റ് ലവറാണ്. ആൻഡ് ഭയങ്കര പലരും കാറിലിരുന്നിട്ട് ഞാനടക്കം അറിഞ്ചും പുറഞ്ചും പല കാര്യങ്ങളെയും നോക്കാൻ കോർണർ പോയിട്ട് കീറി വലിക്കുന്ന സായിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സീക്രട്ട് ഏജൻറ്റാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം ബിഗ് ബോസിൽ കയറിയ പിന്നെയാണ് സീക്രട്ട് ഏജൻറ്റ് എന്നുള്ള പേര് മാറി എല്ലാവരും സായി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിൻ, പഴയ സീസണിലെ ജാസ്മിൻ, ആ പഴയ സീസൺസിലും ഈ ഒരു അപ്കമിങ് സീസൺസിലൊക്കെ ഉണ്ടായ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഫാമിലി വീക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്നത് സായിയാണ്. ബിക്കോസ് സായിയുടെയും ഫാമിലിയിലുള്ള ഒരു സ്പ്ലിറ്റ്, പ്രത്യേകിച്ച് അച്ഛനായിട്ടുള്ള ഒരു ഗ്യാപ്പ്, ഇത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും ഉണ്ടെന്ന്. ഏറെക്കുറെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അച്ഛനായിട്ട് സംസാരിക്കുന്ന വളരെ വളരെ കുറവായിരുന്നു. ആ ഒരു ഓപ്പണപ്പ് ആവാനുള്ള ആ ഒരു മൂമെൻറ്റ്, ആ ഒരു ബ്രേക്കിംഗ് മൂമെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ലൈക്ക് ഇതിൽ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്തത് ബിഗ് ബോസ്. അങ്ങനെയാണ് ബിഗ് ബോസിൽ കുറച്ച് പറഞ്ഞ ചിലപ്പോൾ ചില സംഭവങ്ങൾ ചില സൈക്കോ സംഭവമാണ്. അപ്പം ഈ സായിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ സ്നേഹ വന്നിട്ട് ആസ് എ നല്ലൊരു കമ്പാനിയൻ, നല്ലൊരു സോൾമേറ്റ്. കാരണം പീസാക്കി ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. മാക്സിമം കൂളാക്കി വീട്ടിൽ അമ്മോട് അച്ഛനോടൊക്കെ സംസാരിച്ച കാര്യം പറയുന്നു. ഒരു പ്രശ്നമില്ല, നീ നിന്ന് കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അത്രയും 101% സപ്പോർട്ട് നമ്മുടെ സ്നേഹ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ലൈവിൽ ആ സായിയുടെ ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് നല്ല കൂളായിട്ട്, കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ ഈവൻ പല ആൾക്കാർക്കും, പല മക്കൾക്കും, പല പാരൻസും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ, നല്ല ഉറപ്പായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അവർ തമ്മിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, അവർ ഓക്കെ ആയി. എല്ലാം പോട്ടെ, ലൈക്ക് ഇനി നന്നായിട്ട് കളിക്കുക, 100% സപ്പോർട്ട് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ സ്നേഹയാണ് ഇതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിൻ്റെ ഒപ്പം തന്നെ ബിഗ് ബോസും സ്നേഹ അവരോട് എല്ലാവരും 3-4 മണിക്കൂർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണകൾ, ഇതാണ് സംസാരിച്ചാൽ തീരാത്ത വിഷയങ്ങളില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അച്ഛൻ വന്ന് മുന്നിട്ട്, ഞാൻ വന്ന് മുന്നിട്ട്, അല്ലെങ്കിൽ എങ്ങനെ മിണ്ടും എന്നൊക്കെയുള്ള ക്ലാഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സായി ഇന്നലെ കുറച്ചൊക്കെ ഓപ്പണപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിയുമ്പോൾ അത് കുറച്ചും കൂടി സായിക്ക് ആ ഒരു ആഗ്രഹിച്ചൊരു ഫാമിലി വിത്ത് അച്ഛൻ അമ്മ എല്ലാവരുമായിട്ട് തിരിച്ചു കിട്ടും. അതിനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി തന്ന ബിഗ് ബോസിന് ഒരുപാട് നന്ദി. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് ഒരു റീയൂണിയൻ, വഴക്കുണ്ടാക്കാനും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. പക്ഷെ അതൊക്കെ മാറ്റി രണ്ടാൾക്കാരെ ചേർത്ത് ഒരുമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസിൽ വന്നതിന് ശേഷം സായി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ പുറത്ത് കാണുന്ന ഒന്നുമല്ല, മനസ്സിലായോ? പല ആൾക്കാരെയും നിങ്ങൾ അങ്ങനെ പ്രീജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് സായി എന്ന് പറയുന്നത് വെറും ഒരു ശുദ്ധ മനുഷ്യനാണ്, റിയൽ ഹ്യൂമൻ. കാരണം ജിത്തുബായി കളിയാക്കുന്നുണ്ടായിരുന്നു, വിരലിട്ടാൽ കടിക്കുമെന്നൊന്നും അറിയില്ല, അവൻ മനുഷ്യനായി എന്നൊക്കെ പറയുന്നുണ്ട്. പഞ്ചപാവം എന്ന് പറഞ്ഞാൽ പഞ്ചപാവം. ഈ വീഡിയോയിൽ കാറിൻ്റെ മുന്നിൽ സംസാരം മാത്രമേ ഉള്ളൂ. ആളൊരു സീറോ ഇൻ ദ സെൻസ് ലൈക്ക് ഡൗൺ ടു എർത്ത്, ആരുമായിട്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ലൈക്ക് ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് സെൻസിറ്റീവായിട്ട് ഒട്ടും ഒരു കറ തരുന്ന ഒരു പാവം, ഒരു അയ്യോ പാവം മനുഷ്യനാണ് സായി. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈവൻ സായി കയറുമ്പോൾ തന്നെ പണ്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ്റായിട്ട് തന്നെ കാണരുത് എന്നുള്ളത്. ആൻഡ് അവരുടെ ഏജൻറ്റ് പേരൊക്കെ മാറ്റി. അപ്പോൾ ആകെ പറഞ്ഞു വന്നത് ആ ഒരു ഇഷ്യൂ തീർന്നു. നല്ലൊരു മൂമെൻറ്റ് ബിഗ് ബോസിൽ സായി വന്നതിൽ ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ട് വയ്ക്കാൻ പറ്റിയത് ഈ അച്ഛൻ വിളിച്ചതും സംസാരിച്ചതും അവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു ഒടക്ക്, അല്ലെങ്കിൽ ആ ഒരു പേടി, അല്ലെങ്കിൽ എല്ലാം കൂടി മാറ്റി ബിഗ് ബോസ് നല്ലൊരു ഹാപ്പി എൻഡിങ് ആക്കി. അപ്പം ലൈക്ക് കപ്പെടുത്തിട്ട് വരാനൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ എനിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ചില്ലായിട്ട് വന്ന് സ്നേഹ തിരിച്ചു പോയി. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ സായി എന്ന് പറയുന്ന വ്യക്തിയിലെ ആ ഒരു മനുഷ്യൻ, ഒരു ജെന്യൂനിറ്റി ബിഗ് ബോസിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റി. ഓഫ് കോഴ്സ് ഇത് മനുഷ്യത്വം കാണിക്കാനുള്ളതല്ല. എത്ര നമ്മൾ കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവൻ കാറിൽ നിന്ന് എത്ര സംസാരിച്ചത് പുറത്ത് പറയുന്നില്ല എന്നൊക്കെ ഞാനും പറയുന്നുണ്ട്. എന്നാൽ പോലും ആ വ്യക്തിയിലൊരു മനുഷ്യൻ, ഒരു ജെന്യൂനിറ്റി നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റി.